ഒരു സമ്മാനം വിലയുള്ളതായി മാറുന്നത് ആ സമ്മാനം തരാൻ വേണ്ടി സമ്മാനം തന്നവൻ എന്തും മാത്രം സഹിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സമ്മാനം വിലയുള്ളതായി മാറുന്നത് സമ്മാനം തന്നവൻ അത് തരാൻ വേണ്ടി എന്തും മാത്രം സഹിച്ചിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. യേശു ക്രിസ്തു തന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്താ? ശ്രദ്ധിച്ചു കേട്ടോ. കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കാൻ യേശുവിന് ശരീരത്തിൽ പീഡ അനുഭവിക്കേണ്ടി വന്നില്ല. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്താനും തളർവാദ രോഗിയെ എഴുന്നേൽപ്പിക്കാനും യേശുവിന് ശരീരത്തിൽ പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. വെള്ളം വീഞ്ഞാക്കുന്നതിനോ 5 അപ്പം 5000 ആക്കുന്നതിനോ യേശുവിന് ശരീരത്തിൽ പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ലാസറിനെ ഉയർപ്പിക്കുന്നതിനോ തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിക്കുന്നതിനോ അന്ധന് കാഴ്ച കൊടുക്കുന്നതിനോ യേശുവിന് ശരീരത്തിൽ പീഡ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. കാതു തുറന്നു കേട്ടോളുക. എന്നാൽ നീ നിരനിരയായി വന്ന് നീ സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന അപ്പമാവാൻ, ദിവ്യകാരുണ്യമാവാൻ യേശു നല്ലതുപോലെ സഹിച്ചതാണ്. പീലാത്തോസിന്റെ അരമന പ്രത്തോറിയത്തിൽ നാണം കെട്ടവനെ പോലെ നിന്നതാണ്. പാനപാത്രങ്ങൾ കണ്ണുനീരായി പെയ്തിറങ്ങിയ ഒരു സായാഹ്നത്തിൽ ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കൈമുട്ടുകൾ കുത്തിയിരുന്ന് പൊട്ടിക്കരഞ്ഞ് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറിപ്പോകണമേ എന്ന് ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. ഒരു നാണം കെട്ടവനെ പോലെ 39 തവണ ചാട്ടവാർ അടിയേറ്റ് അവന്റെ ശരീരം മുറിഞ്ഞതാണ്. കാരിരും പാണികളും അസ്ഥിക്കഷണങ്ങളും ഇരുമ്പിൻ കട്ടകളും ചേർത്തുണ്ടാക്കിയ ചാട്ടവാറുകൊണ്ട് 33കാരന്റെ മൃദുല ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ കയ്യൂക്കുള്ള പടയാളി ആഞ്ഞടിച്ചിട്ട് ഈ ചാട്ട തിരിച്ചെടുക്കുമ്പോ മാംസപിണ്ഡം പറഞ്ഞവന്റെ കൈ വരുത്തുക പോലെ ശരീരം പീഡയേറ്റതാണ്. തന്നെക്കാൾ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഭാരമുള്ള മരക്കുരിശും ചുമന്നുകൊണ്ട് കാൽവരിയുടെ കഥന വഴിയിലൂടെ 3, 30, 300 തവണ മുഖം കുത്തി വീണതാണ്. പെറ്റ തള്ളയുടെയും സ്നേഹിച്ച സ്ത്രീജനങ്ങളുടെയും മുമ്പിൽ കൈകൊണ്ട് പോലും നാണം മറയ്ക്കാൻ പറ്റാതെ, ഒരു നൂലിഴയുടെ മാനം പോലും കിട്ടാതെ അപമാനിതനായി നഗ്നനായി കിടന്നതാണ്. കയ്യും കാലും കുരിശിലേക്ക് വലിച്ചു നീട്ടിവെച്ച് 4 or 5 ഇഞ്ച് നീളമുള്ള കാരിരുമ്പിന്റെ ആണി അവന്റെ കരത്തിലേക്കും കാലിലേക്കും കുത്തിക്കയറ്റിയതാണ്. അവന്റെ വിലാവിലേക്ക് ഒരു കുന്തമുനപ്പാട് കുത്തിയിറങ്ങിയതാണ്. നീ നാണക്കേടാണെന്ന് അപമാനമാണെന്ന് കരുതി മാറ്റിവെക്കുന്ന വിശുദ്ധ കുർബാനയാവാൻ യേശു ക്രിസ്തു നല്ലതുപോലെ നൊന്തതാണ്. ദുഃഖം പേമാരി പോലെ പെയ്തിറങ്ങിയ ഒരു സായാഹ്നത്തിൽ ചേതനയറ്റ മകന്റെ മൃതദേഹം മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയുന്ന ഒരു അമ്മയുടെ സങ്കടം കണ്ണീർ ചാല് പോലെ കാൽവരിയുടെ നെറുകയിൽ നിന്ന് ഒഴുകിയതാണ് കുർബാനയാവാൻ. അബ്യൂസിംഗ് ദ ഗിഫ്റ്റ് ഈസ് അബ്യൂസിംഗ് ദ ഗിവർ. Abusing the gift is abusing the giver. സമ്മാനത്തെ നിന്ദിക്കുന്നത് സമ്മാനം തന്നവനെ ചവിട്ടിത്തേക്കുന്നതിന് തുല്യമാണ്.